ജയ് ഹിന്ദ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ സബ്മിഷൻ ഭാരതാംബയുടെ മണ്ണിൻ്റെ കാവൽക്കാരും ജന്മനാടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പോരാടുന്ന എൻ്റെ ധീരയോദ്ധാക്കന്മാരായ ജവാന്മാർക്ക് വേണ്ടിയാണ്. നിങ്ങൾക്കറിയാമോ, ഒരു മുൻ സൈനികൻ എന്ന നിലയിൽ വിരമിച്ച എൻ്റെ ഇപ്പോഴത്തെ വിഷമം എന്താണെന്ന്? അങ്ങ് അതിർത്തിയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ധീര സൈനികന്മാരോടൊപ്പം നിന്ന് പൊരുതാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടതിൽ. ഒരു പട്ടാളക്കാരൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് അവൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, പിന്നീടുള്ള അവൻ്റെ കുടുംബം. അതിർത്തിയിൽ നിന്ന് ചീറിപ്പാഞ്ഞു വരുന്ന ബുള്ളറ്റുകളും ഷെല്ലുകളും മിസൈലുകളും നെഞ്ചു വിരിച്ച് തടയാൻ ഈ രാജ്യത്തിന് വേണ്ടി അവൻ്റെ ജീവൻ പോലും കൊടുത്ത് അവൻ സാക്രിഫൈസ് ചെയ്യുന്നു. സിനിമയിലെ നിങ്ങൾ ഹീറോമാരെ കണ്ടിട്ടുള്ളൂ, പക്ഷേ യഥാർത്ഥ ഹീറോ എപ്പോഴും ബോർഡറിൽ നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവരാണ്. ബോർഡറിൽ മാത്രമല്ല, രാജ്യത്തിൻ്റെ ഏത് ഡേഞ്ചറസ് സിറ്റുവേഷനിലും ഒരു വൻ മതിലായി നമുക്ക് മുന്നിൽ ആർമി, നേവി, എയർഫോഴ്സ് കാണും. നിങ്ങൾ തികഞ്ഞ ഒരു ദേശഭക്തിയുള്ള ആളാണെങ്കിൽ ആഗ്രഹിക്കണം കുറഞ്ഞ 5 വർഷമെങ്കിലും ഡിഫൻസിൽ ജോലി ചെയ്യാൻ. അപ്പോൾ വളരെ എക്സൈറ്റഡായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ഒരു പാട്രിയോട്ടിക്കായ ഇന്ത്യൻ ആകാൻ പറ്റും. മുൻ സൈനികന്മാരായ ഞങ്ങളെപ്പോലുള്ളവർ ആഗ്രഹിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ സംഘർഷാവസ്ഥയിൽ. ഒരു വിളി മാത്രം മതി ഞങ്ങൾക്ക്, നമ്മുടെ ധീര സൈനികർക്ക് ഞങ്ങളിലാകാവുന്ന എന്ത് സഹായം ചെയ്യാൻ വേണ്ടിയും. ഒരു സോൾജിയറിൻ്റെ ബ്ലഡാണ് എൻ്റെ ശരീരത്തിലുള്ളത്. അത് മരിക്കുന്നിടം വരെ അങ്ങനെയായിരിക്കും. ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും എപ്പോഴും. പട്ടാളത്തിൻ്റെ ചോറ് കഴിക്കുന്ന ഞങ്ങൾ എപ്പോഴും ഈ രാജ്യത്തോട് കടപ്പെട്ടവരായിരിക്കും. വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ കാലാവസ്ഥയിലും, ഹിമാലയൻ മലനിരകളിൽ അസ്ഥികൾ കോച്ചിപ്പിടിക്കുന്ന കൊടും തണുപ്പിലും, രാജസ്ഥാൻ മരുഭൂമിയിലെ മണലാരണ്യത്തിലെ കൊടും ചൂടും കാറ്റും ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് നെഞ്ചിൽ തോക്കും ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു പട്ടാളക്കാരനെ നിങ്ങൾ കാണണം. പട്ടാളക്കാരൊക്കെ ചിലപ്പോഴൊക്കെ വീരകഥകളൊക്കെ പറയാറുണ്ട്, പക്ഷെ കേൾക്കുന്നവർ വിചാരിക്കും ഇതൊക്കെ തള്ളായിരിക്കും. വീരന്മാർക്ക് വീരകഥകൾ പറയാൻ പറ്റുള്ളൂ, ഇതൊക്കെ യഥാർത്ഥ സംഭവമായിരിക്കും. അതുകൊണ്ട് ചില കഥകളൊക്കെ പറയാൻ ചിലരും മടിക്കും. മറ്റുള്ളവർ കളിയാക്കുമെന്ന് വിചാരിച്ച് കൂടുതലും ആൾക്കാർ പറയാറില്ല. ഒരു പട്ടാളക്കാരൻ്റെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ രാജ്യത്തെ എല്ലാ വീരന്മാരായ പട്ടാളക്കാർക്കും ധൈര്യവും ആത്മവിശ്വാസവും നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.